PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആകാംക്ഷയോട് കൂടിയൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയുടെ തംബ്നെയിൽ കണ്ടത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. കുറേ ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു LP UPയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന്. അപ്പോൾ ഇത് കേൾക്കും കുറേ ആൾക്കാർ വിചാരിക്കും അതിന് LP UPക്ക് ഇനി വർഷങ്ങൾ കഴിഞ്ഞ് വന്ന എക്സാമിന് ഇപ്പോഴേ മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ കുറച്ച് ആളുകളുടെ ശ്രദ്ധയ്ക്ക്, അതായത് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കണ്ടുപോകേണ്ട ആളുകളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. ഒന്ന്, നിങ്ങൾ ലിസ്റ്റിൽ കയറും, അതായത് ഈ കഴിഞ്ഞ LPക്കും UPക്കും നിങ്ങൾ ലിസ്റ്റിൽ കയറുമെന്ന് 100% ഉറപ്പുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തേരെ അവർ ഈ വീഡിയോ കാണണ്ട. ഇതിനകത്ത് 1% പോലും എനിക്ക് ഉറപ്പില്ല, കാരണം എനിക്ക് അത്രയും നെഗറ്റീവ് മാർക്കുണ്ട്, എനിക്ക് അത്രയും നെഗറ്റീവ് വന്നിട്ടുണ്ട്, ഞാൻ ഉറപ്പായിട്ട് ലിസ്റ്റ് കയറില്ല എന്നും ഉറപ്പുള്ളവർ കാണുമല്ലോ. കാരണം നമുക്കൊരു പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഉത്തരസൂചിക വെച്ചിട്ട് പ്രൊവിഷണൽ ആൻസർക്ക് വെച്ചത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും എത്ര നെഗറ്റീവ് വന്നിട്ടുണ്ട്, അപ്പോൾ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ടാവില്ല എന്നറിയാവുന്നവരുണ്ടായിരിക്കുമല്ലോ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് നിരാശാബോധത്താലും വളരെ വിഷമത്താലും സങ്കടത്താലും ദുഃഖത്താലും ഒക്കെ ഇരിക്കുന്നവരുണ്ട്. ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ചെയ്യാതെ കുറേ നാൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്തെ ഓർത്തും ജീവിതത്തിൽ നല്ല നല്ല നിമിഷങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് ഇതിൻ്റെ പുറകെ വന്നവരൊക്കെ ഒരുപാട് നിരാശയപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അവരോടാണ് എനിക്ക് പറയാം, കാരണം അതിനനുസരിച്ച് എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഒരുപാട് പേരോട് മറുപടി പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചൊക്കെ, കാരണം നമ്മളെന്തോരം ആശ്വസിപ്പിച്ചാലും അവരുടെ സങ്കടവും അങ്ങനെയൊന്നും തീരുന്ന സങ്കടമൊന്നും അല്ല, അതും അറിയാം. എന്നാലും ആശ്വസിപ്പിക്കാനല്ലേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഉദ്യോഗാർത്ഥി, അതായത് കിട്ടില്ല പരീക്ഷ LP UP കിട്ടില്ല എന്നുള്ളവരോടും എന്താ, ഈ സാധാരണ LP UP പരീക്ഷ എഴുതുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെല്ലാ PSC പരീക്ഷകളൊന്നും എഴുതുന്നവരായിരിക്കില്ല. ടീച്ചിങ് മേഖലയിൽ ഈ ഒരു LP UP ഇഷ്ടപ്പെട്ടവരെടുത്ത് അതിനുവേണ്ടി പരീക്ഷ മാത്രം ആ ഒരു മെയിൻ ഇത് കോൺസെൻട്രേറ്റ് എഴുതുന്നവരായിരിക്കും. അങ്ങനെ എഴുതുന്നവർ നമുക്ക് പതുക്കെ വളരെ സ്ലോ ആയിട്ട് അടുത്ത LP UPക്ക് വേണ്ടി പഠിച്ചു തുടങ്ങിയാലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നായിരിക്കും ഇനി അടുത്ത LP UP വരുന്നത്? അടുത്ത LP UP 2026 ലാസ്റ്റോ അല്ലെങ്കിൽ 2027 ഒരു പകുതിയൊക്കെ ആവുമ്പോഴായിരിക്കാം. 26 നോട്ടിഫിക്കേഷൻ വന്ന് 27 എക്സാം നടക്കാനാണ് സാധ്യത. കാരണം ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന ലിസ്റ്റ് വന്ന് ഒരു വർഷം 1.25 വർഷമൊക്കെ ആകുമ്പോഴത്തേന് അടുത്ത LP UP വിളിക്കും. അങ്ങനെയാണ് എല്ലാ PSCയുടെയും ഒരു ക്രൈറ്റീരിയ പോകുന്നത്. കാരണം LP UP പോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇൻ്റർവ്യൂ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഇൻ്റർവ്യൂ നടത്തി ലിസ്റ്റ് വന്ന് അപ്പോയിൻമെൻ്റ് ഒക്കെ നടക്കാൻ അത്യാവശ്യം നല്ല കാലതാമസമുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അടുത്ത ലിസ്റ്റ് വിളിക്കുന്നതായിരിക്കും. അത് എല്ലാ PSC പരീക്ഷകളിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 26 27 പരീക്ഷ നടക്കാൻ പോകുന്നു, 24 മുതൽ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമായിരുന്നു. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, LP UP കഴിഞ്ഞ് UP സ്കൂൾ അസിസ്റ്റൻറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം ആവാറാൻ പോവുകയാണ്. അപ്പോൾ അത്രയും ഒരു പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ പോയല്ലേ. ഇതുപോലെ തന്നെ നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേന് എന്താകും, അടുത്ത LP UP സ്കൂൾ അസിസ്റ്റൻറ്റ് വിളിക്കും. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. സിലബസ് മാറില്ലേന്ന്. സിലബസ് ചിലപ്പോൾ മാറ്റം വന്നേക്കാം, പറയാൻ പറ്റില്ല. കാരണം എന്താണ്, സിലബസ് മാറ്റം വന്നേക്കാം. പക്ഷെ നമ്മളിപ്പോൾ നിലവിലുള്ള സിലബസ് വെച്ച് ഓരോ ടോപ്പിക്കും എടുത്ത് കുറേശ്ശെയായിട്ട് നമുക്കങ്ങ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോഴുള്ള ഗുണം എന്താ, സിലബസ് അഥവാ മാറിയാലും അടിമുടി മാറ്റമൊന്നും സിലബസിൽ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താണ്, PSC ഉൾപ്പെടുത്തുന്ന മാക്സിമം ടോപ്പിക്കിട്ടാണ് ഓരോ സിലബസും തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് ടോപ്പിക്കുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് വേരിയേഷനൊക്കെ ഒരു 10% ടോപ്പിക്കുകളിലൊക്കെ വന്നാലേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ബാക്കി ഒരു 90% ഇത് തന്നെ സിലബസ് ആവാനാണ് സാധ്യത. ഇതിനു മുമ്പ് സിലബസ് മാറിയപ്പോഴും ഏകദേശം ഈ സിലബസിനോട് സിമിലാരിറ്റി പണ്ട് സിലബസിനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, പതുക്കെ വളരെ സ്ലോ ആയിട്ട് തുടങ്ങാം. ഇപ്പോൾ 80 75 ഒക്കെ സ്കോർ ചെയ്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവരൊക്കെ 2-2.5 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ളവരാണ്. കാരണം എവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും PSC ചോദിച്ചാൽ പോലും ആൻസർ ചെയ്യാൻ പാകത്തിന് 2.5 വർഷം മുമ്പ് പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് 2024 LPSC UPSC കിട്ടില്ല എന്ന് ഉറപ്പിച്ച് അന്ന് മുതൽ പഠിത്തം തുടങ്ങി ഈ 2024 പരീക്ഷയ്ക്ക് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചവരുണ്ട്. അവർക്കിപ്പോൾ നല്ല സുഖം. കാരണം എന്താണ്, 80 മാർക്കിന് മുകളിൽ വാങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥിയുണ്ട്. പുള്ളിക്കാരത്തിനോട് പറഞ്ഞത് 2.5 വർഷം, അത് 2021 ഞാൻ പരീക്ഷ കിട്ടില്ല എന്ന് ഉറപ്പിച്ച് അന്ന് മുതലേ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് ഒരു ദിവസം, അതായത് ഒരാഴ്ച കൊണ്ട് ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് അതിന് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ കളക്ട് ചെയ്ത് മാക്സിമം അങ്ങനെ പഠിച്ചു പോയതുകൊണ്ടാണ്. കാരണം ആ ഒരു ഉദ്യോഗാർത്ഥി പറഞ്ഞതാണ്, നല്ല കോൺഫിഡൻസോടുകൂടിയാണ് പരീക്ഷ എഴുതാൻ പോയത്. കാരണം എന്താണ്, ഒരു തരത്തിൽ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല, കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരുപാട് മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ എപ്പോഴും എനിക്കൊരു അത്യാവശ്യം നല്ലൊരു സ്കോർ തന്നെ കിട്ടണം. കാരണം ആ പാറ്റേൺ അനുസരിച്ച് പഠിച്ച് SCRT NCERT ഒക്കെ കവർ ചെയ്താണ് അവരെ പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് ആ കോൺഫിഡൻസ് ലെവൽ എനിക്ക് മനസ്സിലായി. പരീക്ഷ കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് 80+ മാർക്കുണ്ട് എന്ന് പറഞ്ഞു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും നാളത്തെ ഒരു കഷ്ടപ്പാടാണത്. അപ്പോൾ നമുക്ക് എന്താണ് നല്ലൊരു കോൺഫിഡൻസോടുകൂടി പരീക്ഷ എഴുതാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പരീക്ഷകൾ നമുക്ക് എഴുതി പോകാം. കാരണം സൈക്കോളജി, പെഡഗോഗി പോലുള്ള വിഷയങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി PSC പരീക്ഷയുമായിട്ട് ഒരു കുറേ സിമിലാരിറ്റീസ് LP UPക്ക് മറ്റുള്ള ജനറൽ പരീക്ഷയുമായിട്ടുണ്ട്. കുറച്ച് അഡീഷണൽ ടോപ്പിക്കുകൾ ജനറൽ പരീക്ഷയിൽ വരുന്നു. ഫോർ എക്സാമ്പിൾ LDCയിൽ കലാ സാഹിത്യ മേഖലകൾ, അതുപോലെ IT ഒക്കെ കയറി വരുന്നുണ്ട്. അതൊന്നും നമുക്ക് LP UPയിൽ ഇല്ല. പക്ഷേ എന്താണ്, നമുക്ക് വളരെ സ്ലോ ആയിട്ട് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ വേറെ ചോദിക്കും SCRT ഒക്കെ NCERT ഒക്കെ മാറിയാലോ? ഞാൻ സിലബസ് പറഞ്ഞ പോലെ തന്നെയാണ്. അടിമുടി മാറ്റമൊന്നും എന്താണ് SCRTയിലും NCERTയിലൊന്നും ഉണ്ടാവില്ല. 1-2 ചാപ്റ്റേഴ്സ് അഡീഷണൽ വന്നേക്കാം, 1-2 ചാപ്റ്റേഴ്സ് എലിമിനേറ്റ് ആയി പോയേക്കാം. അതോ SCRTയിൽ മാറ്റം വന്നാൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് വളരെ സ്ലോ ആയിട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-2.5 വർഷം കൊണ്ട് നല്ല രീതിയിൽ ഒരു 6, 7, 8 തവണയൊക്കെ റിവിഷൻ നടത്തി നല്ല കോൺഫിഡൻസോടുകൂടി എക്സാമിൽ അഭിമുഖീകരിക്കാനും അതുവഴി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ 2030 കഴിഞ്ഞിട്ടുള്ള ഒരു LP UP ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അതിനുണ്ടാകും. കാരണം 2030 നിങ്ങൾക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോവുകയാണ്. പുതിയ കമ്മീഷൻ പരിഷ്കാരങ്ങളൊക്കെ വരാൻ പോവുകയാണ്. അന്നേരം ഈ ഒരു അടിമുടി മാറ്റങ്ങൾ എല്ലാ ടീച്ചിങ് മേഖലയിലും HSA ഒക്കെ ഈ ഒരു തവണ കഴിഞ്ഞ് അടുത്ത തവണയൊക്കെ 2030 കഴിയുമ്പോൾ HSA ഇപ്പോൾ വരുന്ന പോകുന്ന HSA ചിലപ്പോൾ ഒരു അവസാന HSA ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ HSA ഉണ്ടാവണമെന്നില്ല. കാരണം പലതരത്തിലുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പോവുകയാണ്. അപ്പോൾ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് വന്നേക്കാം, വേറെ ഒരു എക്സാമുകൾ വന്നേക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളിലുള്ള സമയം കൊണ്ട് ഒരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് നോക്കുക എന്നതാണ് ഉത്തമമായിട്ടുള്ള കാര്യം. പ്രീ പ്രൈമറി, അതായത് LP സ്കൂൾ അസിസ്റ്റൻറ്റ്, അതായത് TTC പഠിച്ചവർ, പ്രീ പ്രൈമറിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർ, നിങ്ങൾ ഇപ്പോൾ UP സ്കൂൾ അസിസ്റ്റൻ്റ് LP സ്കൂൾ അസിസ്റ്റൻ്റ് ഒന്നും പുറകെ പോകാതെ നിങ്ങൾ പ്രീ പ്രൈമറി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. പ്രീ പ്രൈമറിക്ക് വേണ്ടി നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ആ പ്രീ പ്രൈമറിയുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. എല്ലാവരും പ്രീ പ്രൈമറിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട എല്ലാവർക്കും. നിങ്ങൾക്കപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ, അതായത് LPSC UPSC തുടങ്ങുമ്പോൾ ഈ ഒരു ക്ലാസ്സുകളിൽ നമുക്ക് വളരെ സ്ലോ ആയിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ക്ലാസ്സുകൾ കേൾക്കാൻ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എത്ര പേര് കമൻറ്റ് ചെയ്യുന്നോ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ക്ലാസ്സുകൾ എടുക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.